കണ്ണൂരിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. പയ്യന്നൂരിൽ കനത്ത മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടമുണ്ടായി എന്നതാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫെലിക്സ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെയും മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പലയിടത്തും വലിയ തോതിൽ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. കാറ്റിൽ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാശനഷ്ടമുണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ദേശീയപാതയിൽ ഉൾപ്പെടെ റോഡ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റ് പലയിടത്തും തുടരുകയാണ്. വീടുകൾക്ക് മുകളിലേക്കും മറ്റും മരങ്ങൾ വീണ് കേടുപാടുകൾ പറ്റി. അത്തരം സംഭവങ്ങളും വിവിധയിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പയ്യന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പയ്യന്നൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പയ്യന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ശക്തമായ കാറ്റ് ആ മേഖലയിൽ അനുഭവപ്പെടുകയാണ്. പെരുമഴയ്ക്കൊപ്പം കാറ്റ് കൂടിയെത്തിയതോടുകൂടി വലിയ ജാഗ്രതയാണ്. കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതും ശക്തമായ കാറ്റിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു. പയ്യന്നൂരിൽ നിന്നുള്ള ഫെലിക്സ് ആണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. ഫെലിക്സ്, വലിയ ശക്തമായ കാറ്റാണ് എന്നത് വ്യക്തമാക്കുന്ന ശബ്ദവും ഒക്കെ ഉണ്ട്. ഇത് ആ പ്രദേശത്താകെ ഇത്തരത്തിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? രതീഷ്, തീർച്ചയായും ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് ഈ പറയുന്ന പയ്യന്നൂർ, കാനായി, വള്ളിക്കെട്ട്, കാനം ഭാഗങ്ങളിൽ അതിശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത്. അതിൽ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മരങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. വീടുകളിലെ മുകളിലേക്കും മറ്റും മരം തകർന്ന് വീണ് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചു. ഒപ്പം തന്നെ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. വാഴ, തെങ്ങടക്കം, ഈ വലിയ കാറ്റിൽ തെങ്ങടക്കം മറിഞ്ഞു വീണു, കവുങ്ങ്, അങ്ങനെ വ്യാപകമായി കൃഷിനാശം ഇന്നലത്തെ ശക്തമായ കാറ്റിലും മഴയിലും സംഭവിച്ചു എന്നതാണ്. ഈ പറയുന്ന പയ്യന്നൂർ, കാനായി, കാനം, വള്ളിക്കെട്ട് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും ഇന്നലെ വൈകുന്നേരം അനുഭവപ്പെട്ടത്. അതിൽ കൃഷിനാശം ഉണ്ടായെന്ന് മാത്രമല്ല, വീടുകൾക്കും നാശം സംഭവിച്ചു എന്നതാണ്. വീടുകളുടെ മുകളിലേക്ക് തെങ്ങ് അടക്കം മറിഞ്ഞു വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഭിത്തിയൊക്കെ തകർന്ന് വീഴുന്ന സ്ഥിതിവിശേഷവും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായ കാറ്റും മഴയുമാണ് ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരവും ഈ കാനായി, പയ്യന്നൂർ, കാനായി ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. അതിലാണ് ഇത്ര വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വാഴ, കവുങ്ങ്, തെങ്ങ് അടക്കം മറിഞ്ഞു വീഴുകയും അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം, കൃഷിനാശം ഈ പ്രദേശങ്ങളിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മഴ അല്പം ശാന്തമാണ്, കാറ്റില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ആളുകൾക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഈ മരങ്ങൾ മഴയുണ്ടാകുമ്പോൾ മഴക്കാലത്ത് ഇതുപോലെ ശക്തമായ കാറ്റുണ്ടാകാറുണ്ടോ? ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാകാറ് പതിവാണോ? രതീഷ്, സാധാരണഗതിയിൽ മലയോര മേഖലയിലാണ് അതിശക്തമായ കാറ്റും മഴയും കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടാറ്. പ്രത്യേകിച്ചും ഈ കാറ്റ് വരുമ്പോൾ വലിയ നാശനഷ്ടം മലയോര മേഖലയിൽ അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇതിപ്പോൾ പയ്യന്നൂർ, കാനയടക്കമുള്ള മേഖലയാണ്. ആ മേഖലയിൽ ഇത്തരത്തിൽ വലിയ കാറ്റ് ഇതിനു മുൻപ് ഈ സമാനമായ രീതിയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇത് അതിശക്തമായ കാറ്റാണ്. പ്രത്യേകിച്ചും ഏറിയ നേരം നീണ്ടുനിന്ന ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് റബ്ബറും കവുങ്ങും ഒരു തെങ്ങടക്കം പിഴുത് വീഴുന്ന രീതിയിലേക്ക് അതിശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ വീടുകൾക്ക് നാശനഷ്ടം, കേടുപാടുകൾ സംഭവിക്കുക മാത്രമല്ല
കൃഷിനാശവും വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ച് വാഴയടക്കം കൃഷി ചെയ്ത വാഴയടക്കം മറിഞ്ഞു വീഴുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു തെങ്ങടക്കം പിഴുതു പോവുക എന്ന് പറയുമ്പോൾ ആ കാറ്റിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതാണ്. ഒപ്പം തന്നെ കവുങ്ങടക്കമുള്ള വൃക്ഷങ്ങളും ഈ മറിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നാശനഷ്ടം, കൃഷിനാശം ഒരു വശത്തുണ്ട്. അതേസമയം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാട്ടർ ടാങ്ക്, വീടിന് സമീപത്തായി വാട്ടർ ടാങ്ക് മറ്റും സ്ഥാപിച്ച ആ വാട്ടർ ടാങ്കിന് മുകളിലേക്കും റബ്ബർ ഒടിഞ്ഞു വീണു. അങ്ങനെ വാട്ടർ ടാങ്ക് തകർന്നു പോകുന്നു. അങ്ങനെ ഉള്ള നാശനഷ്ടങ്ങൾ വീടിന് മാത്രമല്ല, വീടിന് ചുറ്റുമുള്ള ഈ വാഹനങ്ങൾ മറ്റു പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലടക്കം ഇത്തരത്തിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ കാറ്റും ശക്തമായ മഴയുമാണ് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. ഒപ്പം പേരാവൂർ മേഖലയിൽ കോളയാട് അടക്കമുള്ള സ്ഥലങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും ഈ ശക്തമായ കാറ്റിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് വലിയ ശക്തമായ കാറ്റ് അനുഭവപ്പെടുകയായിരുന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ കാറ്റിൻ്റെ തീവ്രത എത്രത്തോളം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഫെലിക്സാണ് ആ വിവരങ്ങൾ നൽകിയത്.